നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ Good morning, Miss. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങി അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു അല്ലേ? Yes. പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലേ? അതിലൊരു പ്രോപ്പർട്ടി പറയാൻ ബാക്കിയുണ്ട്. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാന്ന്? What are the properties of multiplication? Yes. ആരാ പറയുന്നേ? ആദിദേവ്. Okay, first one പറഞ്ഞോ ആദിദേവ്. Let us recall the properties of multiplication. The product of two given numbers remains the same even when their order is changed. First property എന്താ? The product of two given numbers remains the same even when their order is changed. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ സെക്കൻഡ് വൺ ആരാ പറയുന്നേ? ഓക്കെ, ദേവാഞ്ജന പറഞ്ഞു. We can multiply three numbers, grouping them in any order. Product in all the cases will remain the same. Remain the same. എന്താ അത്? സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? We can multiply three numbers, grouping them in any order. മൂന്ന് നമ്പേഴ്സിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. The product in all the cases will remain the same. Then next one, third one ആരാ പറയുന്നത്? ഷെഫി. കേൾക്കുന്നില്ലല്ലോ മോളെ. The product of any given number and 1 is the number itself. ഏത് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ ആയിരിക്കും അതിന്റെ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ദി തേർഡ് പ്രോപ്പർട്ടി. ദെൻ ഫോർത്ത് വൺ അല്ല. The product of any given number and 0 is 0. Yes, the fourth property is the product of any given number and 0 is 0. നമ്മൾ ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി അഞ്ചാമത് ഒന്നുകൂടി പഠിക്കാനുണ്ടേ. അതിന് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് നോക്കാം. A number multiplied by the sum of the other two numbers is given by. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് മിസ് വായിക്കുന്നത് നോക്കണേ. പേജ് നമ്പർ 92 ലാസ്റ്റ് ഭാഗത്തായിരിക്കും. A number multiplied by the sum of the other two numbers is given by first number into second number plus third number is equal to first number into second number plus first number into third number. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? നോ, ഇല്ല. അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മിസ് പറഞ്ഞുതരാം, ഒന്ന് നോക്കണേ. നമ്മൾ ഇത്ര വരെ പറഞ്ഞത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ് അല്ലേ? അല്ലേ? 5 into 6 അല്ലെങ്കിൽ 85 into 2. ഈ ഒരു രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് അറിയോ? ഒരു നമ്പറിനെ വേറെ രണ്ട് നമ്പറിന്റെ സമ്മ് കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യുന്നു. എബിൻ സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. എന്താ ചെയ്യുന്നേ? ഒരു നമ്പറിനെ ഷംവിൽ ഒരു നമ്പറിനെ എന്ത് ചെയ്യുന്നു? വേറെ രണ്ട് നമ്പറിന്റെ സം കൊണ്ടെന്ന് വെച്ചാല് അതിന്റെ സം എന്ന് വെച്ചാൽ ആൻസർ അല്ല, ആ ആഡ് ചെയ്യുന്ന രണ്ട് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് 8 into 5 plus 3. അപ്പൊ ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ടല്ലോ. ക്രിസ്റ്റി, what are you doing there? അപ്പൊ ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് നമ്പർ ആരോൺ സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? മൂന്ന് നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് ഇല്ലേ? അതിൽ ഫസ്റ്റ് നമ്പർ 8, സെക്കൻഡ് നമ്പർ 5, തേർഡ് നമ്പർ 3. 8 into 5 plus 3. ഇതിന് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നറിയോ? ആദ്യം ഈ 8നെ നമ്മൾ എന്ത് ചെയ്യും? 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യം ഈ 8നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഈ 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യം എന്താ ചെയ്യാ? 8നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ 5 കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഉണ്ടല്ലോ, ആ പ്ലസ് സൈൻ അവിടെ ഇട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര ഇതിന്റെ ആൻസർ കിട്ടും? 8 into 5 40 പ്ലസ് നെക്സ്റ്റ് 8 into 3 24. എത്ര അതിന്റെ ആൻസർ? 40 plus 24 64. അതായത് നമ്മൾ ഒരു നമ്പറിനെ രണ്ട് നമ്പറിന്റെ സം ആയിട്ട് എഴുതുന്ന മെത്തേഡിലെ രണ്ട് നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാ? ഷംവേൽ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഒരു നമ്പറിനെ രണ്ട് നമ്പേഴ്സിന്റെ സം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മള് ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ അതിനോട് ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അതാണ് ഇവിടെ ആ ബോക്സിൽ കൊടുത്തിട്ടിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് number into second number plus third number. First number into second number plus third number is equal to first number into second number. First number into second number. അതായത് ഇവിടെ 8 into 5. Then plus first number into third number. ഇവിടെ 8 into 3. ഇവിടെ മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. 8 into 5 plus 3 എന്നുള്ളതിൽ മൂന്ന് നമ്പേഴ്സ്. 8 to 5 ഫസ്റ്റ് നമ്പർ, 5 സെക്കൻഡ് നമ്പർ, 3 തേർഡ് നമ്പർ. അപ്പൊ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 8 into 5.
അതിനോട് എന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ആഡ് ചെയ്യാം. അതായത് ഇവിടെ 8 into 3. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എ എന്നെടുക്കാം. ഫസ്റ്റ് നമ്പറിനെ എ എന്നെടുക്കാം. സെക്കൻഡ് നമ്പറിനെ ബി എന്നെടുക്കാം. തേർഡ് നമ്പറിനെ സി എന്നെടുക്കാം. A is the first number, B is the second number, and C is the third number. Okay? അപ്പൊ എങ്ങനെ നമ്മൾ ഇത് പറയാം? ഫസ്റ്റ് നമ്പർ into second number plus third number. First number into second number plus third number. അതിനെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? First number into second number plus first number into third number. ഇത് മനസ്സിലായോ എഴുതിയത്? മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായിന്ന്. ആർക്കൊക്കെ മനസ്സിലായി? ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത് ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലാവാത്തവരൊന്ന് കൈബന്ധിച്ചേ. അല്ല, ഷഫി, വേറെ ആരാ മനസ്സിലാവാത്തെ? ഫാത്തിമ, മെഹഫൂസ, പിന്നെ ആഗ്നസിന് മനസ്സിലായില്ല, സെബയ്ക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞ ഈ എക്സാമ്പിൾ കണ്ടോ? 8 into 5 plus 3. നമ്മൾ ഇത്രയും നേരം ചെയ്തോണ്ടിരുന്നതാ ഈ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആണ്. 5 into 6, 85 into 2. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ? ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു നമ്പറിനെ വേറെ രണ്ട് നമ്പറിന്റെ സം ആയിട്ട് എഴുതുന്നത്, അഡീഷൻ രൂപത്തിൽ എഴുതുന്ന രണ്ട് നമ്പറിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 into 5 plus 3. 8 into 5 plus 3. അത് നമ്മൾ എങ്ങനെ ചെയ്യാം? ഇവിടെ മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. 8 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. 8 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ, 5 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ, 3 എന്ന് പറയുന്നത് തേർഡ് നമ്പർ. അപ്പൊ ഇതിനെ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ. ഈ ഒരു ഫോമിലല്ലേ ഇത് എഴുതിയിട്ടില്ലേ? അതിന് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നേ? ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. എന്നിട്ട് അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യും? സെക്കൻഡ് നമ്പർ ആയിട്ട് ഒരു അഡീഷൻ ചിഹ്നം ഉണ്ടല്ലോ, ആ അഡീഷൻ സൈൻ അതേപോലെ ഇവിടെ ഇട്ടെടുത്തു. ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനോട് കൂടി നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഈ ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യാം. അപ്പൊ പ്ലസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനോടുകൂടി ഈ ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ എന്നുള്ളത് നമ്മൾ എ ബി സി എടുത്തു. എ ഫസ്റ്റ് നമ്പർ, ബി സെക്കൻഡ് നമ്പർ, സി തേർഡ് നമ്പർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതി? എ ഇൻറ്റു ബി പ്ലസ് സി. ഇവിടെ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് ആദ്യം സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി. എന്നിട്ട് അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് എ പ്ലസ്, സോറി ഇവിടെ ഇൻറ്റു ആണ്, എ ഇൻറ്റു സി. So a into b plus c is equal to a into b plus a into c. കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഏത്? ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു നമ്പർ കിട്ടി. എന്നിട്ട് ഫസ്റ്റ് നമ്പറിനെ
തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വേറൊരു നമ്പർ കിട്ടി. ആ രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് എത്രയൊക്കെയാ വരുന്നത്? ഫസ്റ്റ് നമ്പർ നമ്മൾ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 8 into 5. അതിന്റെ ആൻസർ നമുക്ക് 14 കിട്ടി. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 8 into 3. ഇവിടെ 24 കിട്ടി. 40 plus 24 64 ആൻസർ കിട്ടി. ഇപ്പൊ മനസ്സിലായോ? Okay, that is the first part of fifth property. എന്താ fifth property ന്റെ first part എന്താ? First number into second number plus third number is equal to first number into second number plus first number into third number. നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ സൈഡില് മിസ്സി പറഞ്ഞതുപോലെ ഈ ABC എന്ന് വെച്ചിട്ടൊന്ന് എഴുതി വെച്ചേ. ഇത് ഈ കോളത്തിനകത്ത് കാണുന്നത് ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ സൈഡിൽ എഴുതി വെച്ചേ. A into B plus C is equal to A into B plus A into C. A into B plus C is equal to A into B plus A into C. A into B plus C is equal to A into B plus A into C. അപ്പൊ ഇത് മനസ്സിലായല്ലോ? ഫിഫ്ത്ത് പ്രോപ്പർട്ടിന്റെ ഫസ്റ്റ് പാർട്ട് മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 93. നമ്മളിപ്പോ സമ്മേഷന്റെ അതായത് ആഡ് ചെയ്യുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി. അടുത്തത് സബ്ട്രാക്ട് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. A number multiplied by the difference of the other two numbers is given by, നേരത്തെ പ്ലസ് സൈൻ ഉള്ളിടത്ത് ഇപ്പൊ മൈനസ് സൈൻ വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ വരും? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ. ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ. എന്ത്? ഇവിടെ പ്ലസ് വരുന്നിടത്ത് മൈനസ് വരുന്നു. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, സോറി ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് തേർഡ് നമ്പർ. ഷംവേൽ, then it is equal to first number into second number minus first number into third number. ഇവിടെ അതേപോലെ മൈനസ് വരുന്നു. വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഇവിടെ പ്ലസ് വരുന്നിടത്ത് മൈനസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ഫിഫ്ത്ത് പ്രോപ്പർട്ടി. എന്താ വരുന്നത്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് തേർഡ് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ. നമ്മൾ എ ബി സി എന്ന് 3 നമ്പേഴ്സ് എടുത്താൽ എ ഇൻറ്റു ബി മൈനസ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി. ഇതും കൂടി ഒന്ന് എഴുതി വെച്ചു. ഈ കോളത്തിനകത്തുള്ളത് അതും കൂടി ഒന്ന് നിങ്ങളെ ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതി വെച്ചു. എ ഇൻറ്റു ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി. അതായത് ഫസ്റ്റ് നമ്പറിനെ നമ്മൾ സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന പ്രൊഡക്റ്റിൽ നിന്ന് ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് മൈനസ് ചെയ്യാം. These are the fifth
property of multiplication. These are the fifth property of multiplication. മനസ്സിലായല്ലോ? 5 പ്രോപ്പർട്ടീസ് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ എക്സാമ്പിൾ വേണോ? പറഞ്ഞു തരണോ? എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരണോ? വേണ്ടല്ലോ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? പറയണോ? യെസ് നോ യെസ് നോ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇതൊന്നും അത്രയും പ്രോബ്ലം വരുന്നതൊന്നും അല്ല. നിങ്ങൾ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ. ഈ ലാസ്റ്റ് രണ്ടെണ്ണത്തിന്റെ ഒന്നിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് അതില് മൈനസ് വരുമ്പോഴും വരുന്നത്. 8 into 5 minus 3. 8 into 5 minus 3 is equal to 8 into 5 minus 8 into 3. That is equal to 8 into 5, 40 minus 8 into 3, 24. Answer 40 minus 24, 16. Sorry, പറഞ്ഞുതരാം. Eight into 5 minus 3 is equal to 8 into 5 minus 8 into 3. That is equal to 40 minus 8 into 3, 24, equal to 16. നേരത്തെ നമ്മൾ ഇവിടെ ആഡ് പ്ലസ് എന്നുള്ള സൈൻ ആയിരുന്നു, ഇവിടെ ഇത് മൈനസ് എന്നുള്ള സൈൻ ആയി. അപ്പോ അതില് ഈ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. വേറെ എക്സാമ്പിൾ ഒന്നും പറയണ്ടല്ലോ. പ്രോപ്പർട്ടീസ് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അടുത്ത പഠിക്കാനുള്ള എന്താ? മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. അതില് ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താ മെത്തേഡ്? എക്സ്പാൻഡഡ് നൊട്ടേഷൻ മെത്തേഡ്. എക്സ്പാൻഡഡ് നൊട്ടേഷൻ മെത്തേഡ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഈ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഇല്ലേ, ഫിഫ്ത്ത് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ടെക്സ്റ്റിലുള്ള തന്നെ നോക്കാം. എക്സാമ്പിൾ, മൾട്ടിപ്ലൈ 306 by 6. 306നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 306നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എളുപ്പ വഴിയുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. എന്താണെന്നറിയോ? തന്നിരിക്കുന്ന നമ്പറിനെ ആദ്യം എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. 300നെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയാൽ എന്താ വരിക? 300 plus 010 plus 61 അല്ലെ? 300 plus 6 ആണ് 306. 306ൽ 10ന്റെ പ്ലേസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ 0 തന്നെ ഇട്ടത്. 300 plus 0 plus 6. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യണ്ടേ? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 6 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ലേ, ഫിഫ്ത്ത് പ്രോപ്പർട്ടി, അത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 കൊണ്ട് നമ്മൾ ഈ 3 നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം എന്താ ചെയ്യണ്ടേ? 6 കൊണ്ട് 300നെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് 300നെ മൾട്ടിപ്ലൈ ചെയ്യാം.
എന്താ വരുക? 300 into 6. ഇനി ഇതിന്റെ എല്ലാ ഇടയിൽ പ്ലസ് സൈൻ ആണല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്തത് എന്താ ചെയ്യണ്ടേ? 6നെ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 into 0. 6 into 0. 0 കഴിഞ്ഞിട്ട് പ്ലസ് തന്നെയല്ലേ വരുന്നേ? സോ അഗൈൻ പ്ലസ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഈ 6നെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ വരുന്ന ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? 6 into 6. ഈ ബ്രാക്കറ്റിനകത്ത് എത്ര നമ്പർ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ഈ ഇൻറ്റു ചെയ്യുന്ന നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 by 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനിടയിൽ ഏതൊക്കെ സൈൻ ആണോ വരുന്നത് വെച്ചാൽ അത് ക്രമമായിട്ട് അതിനിടയിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാം പ്ലസ് അല്ലേ വരുന്നേ? സോ അതിനെല്ലാം ഓരോ നമ്പറിനെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 300നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ? എങ്ങനെ ചെയ്യും? എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ 300ന്റെ ഈ 2 0 അങ്ങ് ഒഴിവാക്കിയിട്ട് 3 into 6 ചെയ്യാം. 3 into 6 എത്രയാ? 3 into 6. 6ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. 1 6 6, 2 6 12, 3 6 18. 18. 3 into 6 ചെയ്തു 18. എന്നിട്ട് ഈ 300ല് ബാക്കിയുള്ള 2 0 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. രണ്ട് 0 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. സോ 300 into 6 is equal to 1800. പിന്നെ ഒരു പ്ലസ്. അത് കഴിഞ്ഞിട്ട് 6 into 0. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയായിരിക്കും ആൻസർ. Which property? Fourth property of multiplication. So 6 into 0 is equal to 0. Then last one, 6 into 6. എത്ര 6 into 6? ഒന്ന് ചൊല്ലി നോക്കിയേ. 6 into 6 എത്രയാന്ന് ചൊല്ലി നോക്കിയേ. 36. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടാനായി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ 306 into 6ന്റെ ആൻസർ ആയി. എത്രയാ? 1800 plus 0 plus 36. 1836. ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തില് മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാതെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് അവിടെ. 2134 into 4. 2134 into 4. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2134നെ 2000 plus 100 plus 30 plus 4 into 4. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 2000നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2000നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാദ്യം ഇതുപോലെ എഴുതാം. 2000 into 4. എന്നിട്ട് അവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ടല്ലോ, ആ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. അടുത്തത് എന്താ ചെയ്യണ്ടേ? അടുത്തത് ഈ 100നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 4. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് 30നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും? 30 into
4. Again ഒരു പ്ലസ് സൈൻ. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാം? ഏറ്റവും ലാസ്റ്റ് 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടും. 2000 into 4 എത്രയാ അറിയോ? 2000 into 4. 2000 into 4 ചെയ്യുന്ന സമയത്ത് നമ്മൾ 2000ലെ 3 സീറോസ് അങ്ങ് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് 2 into 4 ചെയ്യുക. 2 into 4 എത്രയാ? 2 into 4 8. എന്നിട്ട് നമ്മൾ ഒഴിവാക്കി വെച്ച ആ 3 സീറോ ഇല്ലേ, ആ 3 സീറോ ഈ 8ന്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ 2000 into 4 is equal to 8000 പ്ലസ് ഇനി 100 into 4. 100നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതിലെ 2 സീറോസ് അങ്ങ് ഒഴിവാക്കുക. 1 into 4 ചെയ്യാം. 1 into 4 4 തന്നെ. എന്നിട്ട് ആ ഒഴിവാക്കി വെച്ച രണ്ട് സീറോസ് കൂടി 4ന്റെ കൂടെ ആഡ് ചെയ്യാം. So 100 into 4 is equal to 400. Then 30 into 4. 30ലെ 0 അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് 3 into 4 ചെയ്യുക. 3 into 4 12. എന്നിട്ട് ആ ഒഴിവാക്കി വെച്ച ഒരു 0 12ന്റെ കൂടെ ആഡ് ചെയ്യാം. Last 4 into 4 it is 16. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ പ്രൊഡക്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എത്രയാ? 8000 പ്ലസ് 400 പ്ലസ് 120 പ്ലസ് 16. 8000 4 plus 1 5 2 plus 1 3 6. 8536 ആൻസർ കിട്ടും. This is the final answer for 2134 plus into 4. മനസ്സിലായോ ഇപ്പൊ ചെയ്തത്? മനസ്സിലായോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്യാം കേട്ടോ. ആ എക്സസൈസ് 3.2ലെ ഇത് ഹോംവർക്ക് വേണ്ട, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് ചെയ്തു തരാം. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഇപ്പൊ കട്ടാവും. ഈ 5th പ്രോപ്പർട്ടി എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.